നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. കോവിഡ് കാലമാണ്. എല്ലാവരും വളരെയധികം ടെൻഷനിലുമാണ്. നമ്മളെ കൊണ്ടാവും വിധം ശ്രദ്ധിക്കുക. പക്ഷേ ഈ ടെൻഷനിലും മറ്റൊരു മധുരമുള്ള കാലവും കൂടെ കടന്നു പോകുന്നുണ്ട്. എന്താണെന്നല്ലേ? മാമ്പഴക്കാലം. നല്ല പഴുത്ത നാടൻ മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദുള്ളൊരു മാങ്ങക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ മാങ്ങക്കറിയുടെ സ്വാദിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇതുണ്ടാക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? ഈ മാങ്ങ ഉപയോഗിച്ചാണ് നമ്മളിന്ന് പഴുത്ത മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് അടക്കമാങ്ങ, കാട്ടുമാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇത് അടക്കയുടെ അത്ര വലുപ്പമേ ഉണ്ടാവാറുള്ളൂ. മെയ് മാസം അവസാനമാകുമ്പോഴായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയുടെ സീസൺ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ മാങ്ങക്കറി ഇപ്പോൾ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എറണാകുളത്തിൽ നിന്നും ഒരു കടയിൽ നിന്നും എനിക്ക് ഈ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇതിന് ചന്ദ്രക്കാരൻ മാങ്ങ എന്നാണ് പറയാറ്. അപ്പോൾ പലയിടത്തും ചിലപ്പോൾ പല പേരുകളായിരിക്കും. എന്തായാലും നല്ല മണവും നല്ല ഒന്നാന്തരം ടേസ്റ്റുമാണ് ഈ മാങ്ങയ്ക്ക്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം. നമ്മൾക്കിങ്ങനെ കൈകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ മാങ്ങക്കറിക്ക് ആവശ്യമുള്ള ഏകദേശം 10 മാങ്ങകൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ വേവിക്കാതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മാങ്ങയുടെ കളറ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും തോന്നുന്നു. ഇനി ഈ മാങ്ങയിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും മഞ്ഞളും മുളക് പൊടിയെല്ലാം മാങ്ങയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ചുവന്ന മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലാണ് നല്ലൊരു സ്വാദ് വരിക. നമ്മളുടെ ഉപ്പും മുളകൊക്കെ ഈ മാങ്ങയിൽ നന്നായി പിടിക്കുന്നതിനായിട്ട് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കണം നിർബന്ധമില്ല. സമയമില്ലെങ്കിൽ നമ്മൾക്ക് വേഗം തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിന്ന് ഈ മൺകലത്തിലാണ് നമ്മളുടെ മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാങ്ങക്കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു കുക്കറിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. പക്ഷെ മാങ്ങ ഒരുപാട് വെന്തു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളുടെ മാങ്ങക്കറിയുടെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മളുടെ മൺകലം തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എല്ലാ മാങ്ങകളും മുങ്ങി നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾക്കിത് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങക്കറിക്ക് നല്ലൊരു അരവും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ മാങ്ങ വെന്ത് വരുന്ന ഈ സമയത്ത് നമുക്ക് അരവിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 10 മാങ്ങയുടെ അളവിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ജീരകവും തേങ്ങയും വെളുത്തുള്ളിയെല്ലാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നന്നായി അരഞ്ഞില്ലെങ്കിൽ ഇത് മാങ്ങക്കറിയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങക്കറിക്കൊരു ഭംഗിക്കുറവിന് കാരണമാകും. അപ്പോൾ നമ്മുടെ അരവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ മാങ്ങ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മളുടെ മാങ്ങയുടെ വെള്ളമെല്ലാം നന്നായി തിളച്ച് മറിയുന്നുണ്ട്. പക്ഷേ ഈ മാങ്ങ മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഇനിയും ഒരു 10 മിനിറ്റ് നമ്മൾക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളുടെ മാങ്ങക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഈ ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചാണ്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരച്ച് ശർക്കര മതിയായിരിക്കും. ഇനിയിപ്പോൾ ശർക്കര വേണ്ട, മാങ്ങയുടെ മാത്രം മധുരം മതിയെങ്കിൽ ശർക്കര ചേർക്കുന്നത് ഒഴിവാക്കാം. ഇനിയും ഒരു 5 മിനിറ്റ് നമ്മൾക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ശർക്കര മുഴുവനായിട്ടും ഉരുകി വരുമ്പോഴേക്കും നമ്മളുടെ മാങ്ങ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ടാവും.
ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാങ്ങ ഈ കലത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ശർക്കര ചേർത്തിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മാങ്ങക്കറിയുടെ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പണ്ടുകാലത്ത് അമ്മൂമ്മമാരുടെ മാങ്ങക്കറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു വറവും കൂടെ ചേർത്ത് കൊടുത്താൽ മാങ്ങക്കറി റെഡിയായി. നമ്മളിന്ന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് നല്ലൊരു അരവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരവ് ഈ സമയത്താണ് നമ്മളുടെ മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരവ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മാങ്ങക്കറി അധികമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു തിള വന്നതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മാങ്ങക്കറിയിൽ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ചെറുതായൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇത് മൺകലം ആയതുകൊണ്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കലത്തിന് ചൂടുണ്ടാവും. അതുകൊണ്ട് ചൂട് നന്നായി കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതിയാവും. ഇപ്പോൾ നമ്മളുടെ മാങ്ങക്കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. മാങ്ങയുടെ മധുരവും ശർക്കരയുടെ മധുരവും തൈരിൻ്റെ ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാങ്ങക്കറിക്ക്. ഇനി ഇതിലേക്ക് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു പിടി കരിവേപ്പില ഇട്ട് അതും നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്കൊരു 4 ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ നമ്മളുടെ മാങ്ങക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എത്ര കഴിച്ചാലും മടുക്കാത്ത അത്രയ്ക്കും രുചിയുള്ളൊരു മാങ്ങക്കറിയാണിത്. നിങ്ങൾക്കിത് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്നൊരു മാങ്ങക്കറിയാണ്. അപ്പോൾ ഈ മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ മാങ്ങക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.